നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൂകാംബിക വന്നിട്ടുണ്ട്. നമ്മൾ രാത്രി ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ വന്നപ്പോഴേക്കും വെളുപ്പിനെ ഇപ്പോൾ ഒത്തിരി ടയേർഡായിരുന്നു. അപ്പോൾ നേരെ ഒന്ന് റൂമെടുത്ത് കിടക്കുമായിരുന്നു. അപ്പം അതാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ ടയേർഡായിപ്പോയി കേസ് മൊത്തത്തിൽ കേസ്. അപ്പം നമുക്കിനി നേരെ കുളിച്ചിട്ട് എഴുതിക്കാനുള്ള റെസിപ്പി കുളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും കുളിച്ച് ഫ്രഷ് അമ്പലത്തിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം ക്യൂ നിന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് തൊഴുതത് ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്ക്. നിങ്ങൾ കാണുന്നില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്കിനി അനിയനെ എഴുതിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. അതിന് നല്ല തിരക്കുണ്ട്. പേര് പണ്ടൊക്കെ പേരും നാളൊക്കെ കൊടുക്കണം. ഇപ്പോൾ പേരൊന്നും വേണ്ട, പൈസ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതുക. ആളുടെ നാളും ഇതും മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള റെസിപ്റ്റ് എടുക്കാം. അപ്പം ഞാനും അച്ഛനും കൂടാണ് വന്നേക്കുന്നത്. അവർ അമ്മയും ഒക്കെ വരുത്തതേ ഉള്ളൂ ഗൈസ്. ഗൈസ് അപ്പം നമുക്ക് ടിക്കറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ അവനെ എഴുതിക്കാൻ വേണ്ടി പോകാം ഗൈസ്. സെറ്റല്ലേ ഗൈസ്? അപ്പം അവൻ എഴുതിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇരിക്കുന്നു. ഷർട്ടൂടെ സമയത്തിലൊക്കെ തിരുമേനി ഒത്തിരി വരട്ടെ, ഷർട്ടൂടെ ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ദേവിയുടെ ഒരു പ്രതിഷ്ഠയും വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ആണ്ട് അവൻ മടിയിൽ ഇരിപ്പുണ്ട് ഗൈസ്. ഷർട്ടൂരം പറഞ്ഞിട്ട് ഒരു തരത്തെയും കേൾക്കാതെ വഴക്കിട്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞോളൂ ഗൈസ്. അപ്പത്തിരിക്കുന്ന കൊച്ചാണെങ്കിൽ ഭയങ്കര വഴക്കാണ്. അത് കേട്ടിട്ട് ഇനി ഇവൻ എന്തൊരു അലമ്പ് കാണിക്കാൻ പറഞ്ഞോടാ. തിരുമേനി വന്ന് ഓരോരുത്തരും പേര് വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അരി കൊടുത്തിട്ടുണ്ട്. ആ കൊച്ചു അരി തട്ടി എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതാണ് ആ തറ കിടക്കുന്ന അരിയല്ല. അപ്പോൾ അവൻ എന്തായാലും എഴുതുന്നുണ്ട്. അവനൊരു വഴക്കൊന്നും ഇടുന്നില്ല. പക്ഷെ അവൻ എഴുതണമെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ഇടയ്ക്കൂടെ ഒന്ന് കരയുന്നുണ്ട്. അവൻ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയാണ് അവനിങ്ങനെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗൈസ്. സ്വന്തമായിട്ട് എഴുതണമെന്നാണ് അവൻ പറയുന്നത് ഗൈസ്. അപ്പോൾ അവൻ അമ്മേനെയും തട്ടിപ്പിടിച്ചിട്ട് അവൻ തന്നെ ഇരുന്ന് എഴുതുകയുണ്ടോ. കൈ പിടിക്കാത്ത സമയത്തിൽ അവൻ്റെ കയ്യെ പിടിച്ച് എഴുതുന്നതിന് ഇഷ്ടമല്ല ഗൈസ്. അതിനെ അവനിങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. അത് അവൻ തേരാപ്പര ഇങ്ങനെ നോക്കി ഭയങ്കര വഴക്കായിരുന്നു ഗൈസ്. അവസാനം ഭയങ്കര അടിയായിരുന്നു. പിന്നെ അമ്മ ചെറുതായിട്ട് പിടിക്കുന്നത് തിരുമേനി പറഞ്ഞ് കയ്യെ പിടിച്ചെഴുതിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവൻ ഒരു തേരത്തിൽ സമ്മതിക്കത്തില്ല ഗൈസ്. അവൻ ഭയങ്കര വഴക്കിട്ടുകൊണ്ടിരിക്കുക. അവൻ എഴുതിക്കോളാം, അവൻ ഒറ്റയ്ക്ക് എഴുതിക്കോളാം എന്നും പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അവൻ കണ്ടില്ല, അതുകൊണ്ട് അവൻ തന്നെ എഴുതാമെന്ന് പറഞ്ഞാൽ വഴക്കിടുക. ഒത്തിരി ആൾക്കാർ അങ്ങനെ തൊഴുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എന്തായാലും തൊഴിപ്പിച്ച് പുറത്തിറങ്ങി. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ എന്തോ പന്തലൊക്കെ ഇട്ടുണ്ട് ഗൈസ്. എന്തോ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്കിനി റൂമിൽ ഇപ്പം ഇനി നമുക്ക് ഉച്ചയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാം ഗൈസ്. ഗൈസ് നമ്മൾ ഉച്ചയ്ക്ക് വന്നു, അമ്പലത്തിൽ വന്നു. ഇവിടെ സദ്യ ഉണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ഗൈസ് ഈ ഒരു സംഭവം കണ്ടത്. മണ്ണ് കൊണ്ടിട്ടിപ്പം അത് ക്ലീനാക്കി കല്ല് വേർപെട്ടും താഴെ മണ്ണുമായിട്ട് വീഴുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിന്ന് അനക്കി മണ്ണയരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഫുള്ള് കണ്ടൊരു മെഷീനായി ഗൈസ്. ഉച്ചപ്പോൾ ഇങ്ങനെ റൂമിൽ പോയി കിടക്കാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് നമുക്ക് കൂടുതൽ ഉച്ചയ്ക്കാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 3 മണി 2 മണി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്താണ്ട് 50 കിലോമീറ്റർ കണ്ട് അടുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. കുടിയാത്രയ്ക്ക് 10 കിലോമീറ്ററോളം ഓഫ് റോഡിങ്ങും ബാക്കി 40 കിലോമീറ്റർ റോഡിൽ കൂടെയാണ് ഗൈസ്. നല്ല റോഡൊക്കെയാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ല റോഡാണ്. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫുൾ ഓഫ് റോഡിങ്ങാണ് കാണിക്കുന്നത്. എന്ത് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് പോയി നോക്കാം. നല്ല രസമുണ്ട് ഗൈസ്. പോകുന്ന വഴി ഫുൾ ഇങ്ങനെ സൈഡ് മൊത്തം മലയൊക്കെയാണ്. ബസ്സൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. ഒത്തിരി ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും 6 പേരുണ്ട് ഗൈസ് ജീപ്പിൽ പോകാൻ ഗൈസ്. അപ്പോൾ അവിടുന്ന് പാസ് എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാസ് എടുക്കണം ഗൈസ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇച്ചിരി നേരം കൊണ്ടേ ഉള്ളൂ ഇതിൻ്റെ ഓഫ് റോഡിങ് തുടങ്ങാൻ, സൂക്ഷിച്ചൊക്കെ പിടിച്ചിരുന്നോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ എന്തെങ്കിലും ഓഫ് റോഡിങ് തുടങ്ങി നല്ല പാടാണ് ഗൈസ്. നമുക്ക് തല വരുത്തും, ഛർദ്ദിക്കാനൊക്കെ ഒരു അത്രയ്ക്ക് കല്ലും കൊട്ടയാണ്. കല്ല് മതിലിൻ്റെയൊക്കെ മണ്ടയിൽ കൂടെ കയറിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു തിട്ടയുടെയൊക്കെ മണ്ടയിൽ കൂടെ കയറി വന്ന് അവർ ഇതൊക്കെ ആയിട്ടും ഏതൊക്കെ വണ്ടി വന്നാലും ഇവർ റിവേഴ്സ് എടുത്ത് കൊടുക്കും ഗൈസ്. മേളിൽ നല്ല ഒത്തിരി ജീപ്പ് പറയുന്നത് നമുക്കത് ഇരുന്നിട്ട് ഛർദ്ദിക്കാൻ തികട്ടി വരുന്നുണ്ട് ഗൈസ്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ മതിൽ പൊളിച്ചിരിക്കുക, പാറയൊക്കെ ഗ്ലേസിങ് ആയിട്ട് എടുക്കും. അതിന് മണ്ടയിൽ കൂടെ ഒക്കെ സ്പീഡിലാണ് പോകുന്നത്. ആ വീഡിയോ കണ്ടതൊക്കെ നല്ല സ്പീഡിലാണ് ഇവർ പോകുന്നത്. വഴി കിടക്കുന്ന പാറകൾ കണ്ടില്ലേ, മൊത്തം പാറയാണ്. അതിന് മണ്ടയിൽ കൂടെ ഒക്കെ ഇവർ പോകുന്നത്. ഇവരൊക്കെ എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർ ഇപ്പം നമ്മൾ തന്നെ ഒരു ജീപ്പ് കൊണ്ടെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും നമ്മളോട് വണ്ടി മറിയത്തേ ഉള്ളൂ. കേസ് അപ്പോൾ നമ്മൾ എന്തായാലും ചെല്ലട്ടെ കേസ്. ഇപ്പോൾ നമ്മൾ വന്നു, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി 5 മണിക്കാണ് നമുക്ക് തിരിച്ചു ഇവിടെ എത്തേണ്ടത്. വണ്ടി കിടക്കുന്നിടത്ത് കേസ്. അപ്പം നടന്നു പോകുന്ന വഴികളാണ് കേസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടന്നു പോകുന്ന വഴികൾ നമ്മൾ ജീപ്പ് നടക്കുകയാണ്. ഫുള്ള് കല്ലും പാറകളും ഒക്കെയാണ്. ഇവിടെയൊക്കെ വെള്ളം വീണ നല്ലതായിട്ട് ചെറുക്കും കേസ്. വെള്ളം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെറുക്കും. താഴെ അരുവി പോലെ എന്തുകൊണ്ട് നല്ലതായിട്ട് വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് നല്ല കല്ലും കൊണ്ടാണ്
ഏതാണ്ട് 2-3 കിലോമീറ്റർ നമ്മൾ നടക്കണം, എന്നാലേ ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റൂ. നമ്മൾ മെയിൻ സ്ഥലം നമ്മൾ പോകുന്ന സ്പോട്ടിലെത്താൻ പറ്റും. ഫുള്ള് കണ്ടില്ലേ, ഫുള്ള് പാറയുടെ മണ്ടയിൽ കൂടെയാണ് നമ്മൾ കയറി മൊത്തം പാറയും ഒക്കെയാണ് ഗൈസ്. കണ്ടോ, അച്ഛനും അപ്പൂപ്പനും നമ്മൾ കയറി പോകുന്നുണ്ട്, ചേച്ചി എല്ലാവരും ഉണ്ട്, എല്ലാവരും കയറി പോകുന്നുണ്ട്. ഫുള്ള് പാറയാണ്, മൊത്തവും പാറയാണ് ഗൈസ്. എന്തായാലും നമ്മൾ തളരാതെ കയറുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒത്തിരി ദൂരം നടക്കണം ഗൈസ്. സാധാരണയാണെങ്കിൽ നമ്മൾ പിന്നെ നടക്കും, പാറയിൽ കൂടെ നടക്കുന്ന ഇച്ചിരി പാടാണ് ഗൈസ്. നിങ്ങൾ കണ്ടില്ല, മൊത്തവും കല്ലാണ്, ഫുള്ളും കല്ലെന്ന് വെച്ചാൽ മൊത്തവും കല്ല്, മൊത്തം ആ കല്ലെന്ന് വെച്ചാൽ ഫുള്ള് കല്ല്. നമ്മൾ ചില സ്ഥലത്തൊക്കെ നല്ലതായിട്ട് ചർക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കയറി പോകുന്ന വഴിയിൽ 2 വഴിയുണ്ട്. ഞാൻ ഈ കയറി പോകുന്ന വഴിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ, മൊത്തം കല്ലുകളും എന്തൊക്കെയാണ്. ഈ മണ്ണ് മഴ പെയ്തിട്ട് വെള്ളം വരെയൊക്കെ ഇവർ കല്ലെടുത്ത് ഇങ്ങനെ വെക്കുന്നതാണെന്ന് ആ ചേട്ടൻ പറഞ്ഞ, സൂക്ഷിച്ചൊക്കെ പോകണമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഈ വഴി കണ്ടില്ലേ, മൊത്തം ഫുള്ള് കല്ലെന്ന് വെച്ചാൽ ഫുള്ള് കല്ലാണ്. ഈ സമയത്തൊക്കെ ചെന്നാൽ കോടാണ്. ഞാൻ കോട ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല, ഞാൻ റൂമിൽ ഇരിക്കത്തില്ലായിരുന്നു. കോടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് കഴിച്ചാൽ വന്നത്. പക്ഷെ ഇവിടെയൊക്കെ നല്ല വെയിലാണ് കഴിച്ചത്, ഇവിടെ കോടാണോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഈ നല്ല വെയിലാണ്, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ കട്ട വെയിൽ. പക്ഷെ ഞങ്ങൾക്ക് അത്രയും ചൂടടിക്കുന്നില്ല. നല്ലൊരു വ്യൂ ആണ് കഴിച്ചാൽ ഇപ്പം നിങ്ങളെ കാണിച്ചത്. നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ, നല്ല കിടിലൻ വ്യൂ. താഴോട്ടൊക്കെ നോക്കി നമ്മളിങ്ങനെ മണ്ടേ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കും. പക്ഷെ കോടയൊന്നും ഇല്ല കഴിച്ച്, നമുക്ക് തണുപ്പ് അങ്ങനെ തോന്നിക്കുന്നതേ ഇല്ല. കണ്ടില്ല, ഈ വഴി മൊത്തം പാറയൊക്കെയാണ് ഗൈസ്, ഫുള്ള് പാറയാണ്. ഇങ്ങനെയുള്ള പാറയുടെ മണ്ടയിൽ കൂടെ നമ്മൾ ചവിട്ടി നടന്നു കയറുന്ന. ഞാൻ എൻ്റെ ക്യാമറ താന്നിരിക്കുക, അതാ ഗൈസ്, ഞാൻ ഇങ്ങനെ കുറച്ച് നിന്ന് അത്രയ്ക്ക് ഒരു കിട്ടും ഗൈസ്. ഫുള്ളും പാറയാണ്, ഫുള്ള് ഇങ്ങനെയുള്ള പാറയാണ്. ഞാനും ചേച്ചിയാണ് ഏറ്റവും പുറകെ വരുന്നത്, മൊത്തം പാറയാണ്. വരുന്നവരെല്ലാം പറയുന്നത് ഇങ്ങനെയൊന്നും കയറി ഒന്നും എത്തത്തില്ല ഗൈസ്, ഫുള്ള് പാറയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ കാടിൻ്റെ അടുത്തൂടെ വന്നിട്ടുണ്ട്, സൈഡിലെല്ലാം മൊത്തം കാടാണ്. അങ്ങനെ കയ്യും കഴിക്കുന്നുണ്ട്, ഇത്രയും പാടാണ് ഗൈസ്. കാലെല്ലാം വല്ലാതിരിക്കും, മൊത്തം പാറയാണ്. ഇല്ലാണ്ട് മൊത്തം പാറയാണ്, മണ്ടയിൽ കൂടെ ഉണ്ട് നമുക്ക് ചവിട്ടി പോകാൻ. ഇവിടെ ഇങ്ങനെ ഓരോരുത്താണ് ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്, പല കിട്ടും. അതെന്തോ ഒരു ദൈവമാണെന്ന് തോന്നുന്നു. നമ്മൾ മേൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒത്തിരി പോകണം എന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോഴെങ്ങാനും ഇവിടെ വരുന്നവരെല്ലാം പറയുന്നത് ഒത്തിരി ദൂരം ഉള്ളതാണ് ഗൈസ്. നമ്മളിങ്ങനെ പ്ലെയിൻ വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ നല്ല വൈബാണ്, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് ഇനി ഒത്തിരി നടക്കാനുള്ളതാണ് ഗൈസ് ഇവരെല്ലാവരും പറയുന്നത്. ഇവ ഇറങ്ങി വരുന്നവരെല്ലാം നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഒത്തിരി നടക്കൊണ്ട് ഇങ്ങനെ നടന്നാൽ എത്തത്തില്ലെന്ന്. ശരി, നമുക്ക് നല്ല വൈബാണ് ഗൈസ്, നല്ല രസവും. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടോട്ട് കയറിപ്പോകാം, പക്ഷേ നമ്മൾ ആ മേളിൽ പോയിട്ടൊന്ന് സമയമാണെങ്കിൽ നമ്മളവിടെ കയറും, ഇല്ലെങ്കിൽ നമ്മൾ കയറത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നടക്കാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും സമയം കാണാൻ ചാൻസ് കുറവ്. ഇപ്പം തന്നെ നമ്മൾ പകുതി ആയതുള്ളൂ, ഇനിയും കിടക്കുന്ന ഒത്തിരി ദൂരം. ഇനി നമ്മൾ അവിടെ പോയിട്ട് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടെയൊക്കെ കുറച്ച് നിന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും 5 മണിയൊക്കെ ആവാറാവും. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ നമ്മൾ കാടിൻ്റെ എത്താറായി. ഇപ്പോൾ നമ്മൾ ആ കാട്ടിൽ വന്നിട്ടുണ്ട്. എന്തോന്നാ അവർ പറഞ്ഞ കാട്. പിന്നെ അവരുടെ എല്ലാവരുടെ കയ്യിൽ വടിയൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാവരും നല്ലൊരു രസമുണ്ട് ഗൈസ്. ഇന്നത്തെ ഇവിടെയൊക്കെ വന്നപ്പോൾ ഇച്ചിരി തണുപ്പുണ്ട് ഗൈസ്, അല്ലാതെ അവിടെ നിന്ന് നല്ല വെയിലാണ്. ഇപ്പം അവസാനം ശങ്കരാചാര്യ തപസ്സിന് സർവജ്ഞ പീഠത്തിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടെ വരാൻ വേണ്ടി ഇത്രയും നല്ലത്. ഇപ്പം മേളിൽ വന്നപ്പോൾ നല്ല കോടയുണ്ട്, വെയിലൊക്കെ മാറി. നിങ്ങൾക്ക് കാണാൻ നല്ല രീതിക്ക് ഇങ്ങനെ കോട ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കോട ഒന്നിങ്ങനെ മൂടിക്കൊണ്ടേയിരിക്കും. മഞ്ഞ് കാണാൻ എനിക്ക് ഈ വീഡിയോയിൽ നല്ലപോലെ കാണാം, നല്ല രീതിക്ക് മഞ്ഞ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ രാത്രി 7 മണിയൊക്കെ ആകുമ്പം ഇവിടെ 5 മണി വരെ ഉള്ളു. പക്ഷേ 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഒന്നും കാണാത്ത രീതിയിൽ കോടയാകുമ്പോൾ ഗൈസ്. ഇങ്ങനെ കല്ല് വെച്ച് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. ഞാനിവിടെ നിന്ന് കല്ലടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, വീഡിയോ എടുക്കുന്ന ചേച്ചിയാണ്. അപ്പം ഞാൻ കല്ല് കുത്തിക്കയറ്റി നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല ഗൈസ്. അവിടെയൊക്കെ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. ഞാൻ മേളിലും വെച്ച് നോക്കുന്നുണ്ട്, അതൊന്നും നടക്കുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കി, അപ്പോൾ നിങ്ങൾ ഈ അമ്പലം ഒന്ന് വൈഡ് ആംഗിളിൽ കണ്ടിട്ടോ ഗൈസ്. അപ്പം ശരി. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങട്ടെ. നമ്മൾ തിരിച്ച് റൂമിൽ നിന്ന് നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ നല്ല രസമുണ്ടായിരുന്നു കേസ്. നമ്മൾ തിരിച്ച് വന്ന വഴിക്കല്ല, ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ അങ്ങോട്ട് പോയ വഴിയെല്ലാം കിടില് വരും, നല്ല റോഡൊക്കെയാണ്. അവിടെ ഓഫ് റോഡിങ് ഉള്ളൊരു വല്ലായ്മ വന്നത്.
നല്ല രസമായിരുന്നു. മേളിലോട്ടൊക്കെ ചെന്നപ്പോൾ നല്ല രീതിക്ക് തണുപ്പും നല്ല കുടം ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന നമ്മുടെ എല്ലാവർക്കും ബൈ.